ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റോഡ്സ് ഓഫ് കുവൈറ്റ്. ഗൈസ്, ഇന്ന് 6 മണിയായപ്പോൾ എണീറ്റു. പുതുമയൊന്നുമല്ല, എന്നും ഈ സമയത്ത് തന്നെ എണീക്കുന്നത്. എന്നാലും ഇന്ന് എണീക്കാൻ നല്ല മടിയായിരുന്നു. കാര്യം വേറൊന്നുമല്ല, നല്ല തണുപ്പുണ്ട്, നല്ല കൊടും തണുപ്പ്. പിന്നെ അതും പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ 4 മാസം 5 മാസത്തോളം തണുപ്പോടെ തണുപ്പാണ്. പിന്നെ നമ്മളതൊന്നും മൈൻഡാക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മളത് മൈൻഡാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രവാസി ജീവിതം അടുത്തു പോകും. പിന്നെ ചിലർക്ക് ഓക്കെ ആയിരിക്കും, ചിലരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവർക്കത് ഓക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് തണുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ 7 എല്ലത്തൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറ്റത്തില്ല ഗൈസ്. പിന്നെ രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, കിടന്നുറങ്ങുന്നു. രാവിലെ പോകുന്നു, പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു, വൈകിട്ട് പോകുന്നു, എണീക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ആ സമയങ്ങളിലൊന്നും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാനേ പോകരുത്. ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവാസ ജീവിതം മടുത്തു പോകും. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ നമ്മൾ നോർമൽ ലൈഫിൽ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ അങ്ങ് പോവുക. പിന്നെ ഗൈസ്, അന്ന് ഞാനൊരു വ്ളോഗ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് ബസ് കിടപ്പുണ്ട്, നമുക്ക് ഈ ബസ്സിൽ കയറി പോകാമെന്നുള്ളത്. ഈ ബസ് ഇവിടെ നമുക്ക് പോകാൻ വേണ്ടി ഇട്ടേക്കുന്നതല്ല കേട്ടോ. ഇവർ നേരത്തെ പോയി, ചിലർ നേരത്തെ 5 മണിക്ക് പോയി പഞ്ച് ചെയ്തിട്ട് 6 മണിക്ക് പോകാനുള്ളവരാണെങ്കിൽ നേരെ ബസ് കൊണ്ടുപോയി ഇവിടെ ഇട്ടിട്ട് പിന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റൂമിൽ പോയി ചെയ്ത് അത് കഴിഞ്ഞ് പോകാനുള്ള ബസ്സുകളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല. ഞാൻ നേരെ ഡയറക്റ്റ് പോയി ബസ് എടുത്ത് ഗ്യാരേജിൽ നിന്ന് ബസ് എടുത്ത് പോവുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ആ ബസ് പോകാൻ കിടക്കുവാണ്. ഞാൻ എന്തായാലും ഓടി പെട്ടെന്ന് കയറട്ടെ. ഇപ്പം ഇതിനകത്ത് നമുക്കിപ്പോൾ ഏത് ബസ്സിലും കയറാം. നമ്മളെ അറിയത്തില്ലെങ്കിലും അവർ നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരും കേട്ടോ. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ട് നമ്മുടെ ഗ്യാരേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഹിന്ദിക്കാരന്മാരാണ്, നേപ്പാളീസ് ഉണ്ട്. ഇവിടെ കുറച്ച് വേറെ നേപ്പാളീസ്, അതുപോലെ ബംഗാളീസ്, പഞ്ചാബികൾ, അത്യാവശ്യം നമ്മുടെ ഇന്ത്യയിലുള്ള അത്യാവശ്യം എല്ലാ ആൾക്കാരും ഉണ്ട്. ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇപ്പം നമ്മൾ പോകുന്നത് നേരെ ഇനി പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്തിട്ട് നമ്മളുടെ ബസ് പോയി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പം പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉള്ളതുകൊണ്ട് നടക്കാൻ ഭയങ്കര മടിയാണ് എനിക്കല്ലേ തന്നെ. പിന്നെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഒരു ഒടുക്കത്തെ കാറ്റടിക്കും. അതുകൊണ്ട് ആ ബസ് പോകുന്നതിൻ്റെ അവിടുന്ന് ഇപ്പോൾ ഈ ബസ് വന്ന ഡയറക്ഷനിലോട്ട്, അതായത് അവിടുന്ന് എൻ്റെ ഈ ബസ് എങ്ങനെയാണെന്ന് വന്നത്, ആ ഡയറക്ഷനിൽ ഭയങ്കര തണുപ്പാണ്, നല്ല കാറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി, ഞാൻ പറഞ്ഞില്ലേ, തണുപ്പ് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ് കയറിയൊക്കെയാണ് ഗ്യാരേജ് വരെ എത്തുന്നത്. ഇപ്പോൾ ഗ്യാരേജിലെത്തി. ഇപ്പം ബസ്സുകളെല്ലാം പൊക്കോണ്ടിരിക്കുക, കണ്ടില്ലേ ഗൈസ്. നേപ്പാളികളൊക്കെ പോകുന്നു. ഇവിടുന്ന് ഇനി നേരെ പഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, പഞ്ച് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കും, എൻ്റെ ജോലിയെ ബാധിക്കും എന്നതുകൊണ്ട് നമ്മൾ പഞ്ച് ചെയ്യുന്ന റൂമിലോട്ടുള്ള ഇതൊന്നും ഇടുന്നില്ല കേട്ടോ. ഇപ്പം നേരെ ചെല്ലുന്നു, തിരിച്ചിറങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനത് എടുത്തായിരുന്നു, പക്ഷേ എന്നാലും ചിലപ്പോൾ എന്തെങ്കിലും വള്ളി ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പം ഞാൻ നേരെ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ബസ്സുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം ക്ലിയർ ആവും. ഇവിടെ ഒരു ബസ് പോലും കിടക്കത്തില്ല, എല്ലാ ബസ്സുകളും ഡ്യൂട്ടിക്ക് പോകും. ഈ ഗ്യാരേജിൽ തന്നെ എങ്ങും പോകാതെ 550 600 600 ബസ്സുകളുണ്ട് ഗൈസ്. ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിപ്പോവും. എല്ലാം ഡ്യൂട്ടിക്ക് പോകും. ഒരു ദിവസം പോലും നമുക്ക് ലീവ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ബസ് തേടി പോവാണ്. ഇവിടുന്ന് നേരെ പോയി ഇനി കുറച്ചും കൂടെ ദൂരമേ ഉള്ളൂ. അവിടെ ഞാൻ ഈ ഏരിയയിലെങ്ങും ബസ് ഇടത്തില്ല. കാരണം പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ല. നമ്മുടെ കമ്പനി ബസ് തന്നെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പം നമുക്കത് നമ്മളുടെ സാലറിയിൽ നിന്നും കട്ടാവും. അതായത് അവൻ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ സാലറി, നമ്മുടെ ബസ്സിൻ്റെ ഇൻഷുറൻസ് കിട്ടാനുള്ളത് കിട്ടത്തില്ല. അപ്പം ആ ഇൻഷുറൻസ് എത്രയാണോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കട്ടാക്കും. ആ ഇടിച്ചവൻ്റെ വണ്ടിക്ക് എന്തോരം ഡാമേജ് ഉണ്ടോ അതിനനുസരിച്ച് അവൻ്റെ ഭാഗത്തു നിന്നും കട്ടാക്കും. അതൊരു വല്ലാത്ത ശോകം പരിപാടി, ഉള്ള കാര്യം പറയാമല്ലോ. ഇവിടെ ഓടിക്കാൻ അറിയാത്തവരൊക്കെ വന്നു വെച്ചാൽ നമ്മുടെ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ട ആവശ്യമാണ്. എന്ത് ചെയ്യാനാണ് ഗൈസ്. പിന്നെ നമ്മൾ സൂക്ഷിച്ചു കണ്ടും വണ്ടി ഓടിക്കുക, നേരെ എവിടെയെങ്കിലും സേഫായിട്ടുള്ളിടത്ത് കൊണ്ട് വണ്ടി ഇടുക, അതേ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ നല്ല എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. പിന്നെ ഈ തണുപ്പ് മാത്രമേ ഉള്ളൂ ഗൈസ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ശല്യമാണ്. അത് മാത്രമേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഗൈസ്, നമ്മൾ വേണ്ട ബസ്സിൻ്റെ അടുത്ത് എത്താറായി. ദൂരെ കിടക്കുന്നതിൻ്റെ ബസ്. നമുക്ക് നേരെ ബസ്സിൽ കയറാം. പിന്നൊരു കാര്യമുണ്ട്. എനിക്ക് ഈ നമ്മൾ ഈ ബസ്സിലൊക്കെ ഘടിപ്പിച്ച് സ്റ്റാൻഡ് യൂസ് ചെയ്യും, മനസ്സിലായോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലൊക്കെ ഘടിപ്പിച്ചിട്ട് നമുക്ക് ഈ ഫോൺ വെക്കാനൊരു സ്റ്റാൻഡുണ്ട്. അതെനിക്ക് ഇതുവരെ മേടിക്കാൻ പറ്റില്ല ഗൈസ്. ഞാനിപ്പോൾ ഒരു ഡെസേർട്ട് ഏരിയയിൽ, അപ്പം ഇവിടുന്ന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
നമ്മളുടെ ബസ് ടൈമിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിൽ നമുക്ക് മാളിലൊക്കെ പോകാൻ വേണ്ടി ഇവിടുന്ന് ബസ്സുണ്ട്. ആ ടൈമിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. എന്തായാലും ഗൈസ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ റണ്ണിങ്ങും നമ്മൾ ഓടുന്നതും അതുപോലെ നമ്മളെ സ്കൂളിലെത്തുന്നതും ഒക്കെ വ്ളോഗൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് ടൈമായിട്ടുണ്ട്, പോകാൻ സമയമായി. അപ്പോൾ എന്തായാലും നിർത്തുകയാണ്. പൊക്കോട്ടെ, ബായ്. ഹലോ ഗൈസ്, ഞാൻ സ്കൂളിലെത്തി. അപ്പം ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ എത്തിയിട്ട്. പിള്ളേരെയൊക്കെ ഇറക്കി. നേരത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം ഒരാളെ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞങ്ങൾ 2 മലയാളീസേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമില്ല. വേറെ ആരും ഇല്ലെന്നല്ല, മലയാളീസ് വേറെ ആരുമില്ല. ബാക്കിയുള്ളവരൊക്കെ ഹിന്ദിക്കാരൊക്കെ. ആടും പോടും നരസിംഹം. അൽപ്രജി, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് ഇവൻ്റെ ബസ്. ഞങ്ങളെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞിങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉച്ചവരെ ഫ്രീ ആയിരിക്കും. അപ്പം ബൈ ഗൈസ്. വേറൊരു വിശേഷമുണ്ട്, അത് ഈ വീഡിയോ ലാസ്റ്റ് പറയാം. ഗൈസ്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു വീഡിയോയുടെ ലാസ്റ്റ് ഒരു കാര്യം പറയാമെന്ന്. ഗൈസ്, അങ്ങനെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് 1K വ്യൂസ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം എനിക്കിതുവരെ 1K വ്യൂസ് പോയിട്ട് ഒരു 10 വ്യൂസ് കിട്ടാൻ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ 1400 വ്യൂസ് ഉണ്ട്. ആ 1400 വ്യൂവേഴ്സിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഇതേ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ബൈ ഗൈസ്, ഹോട്ട്സ് ഓഫ് കുവൈറ്റ് സൈനിങ് ഓഫ്.